ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. പെഡഗോജിക്കൽ അനാലിസിസ്. പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പെഡഗോജി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അധ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ ബോധന ശാസ്ത്രം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് പെഡഗോജി. ഓക്കെ, നമുക്ക് ചോദ്യം വരാം, എക്സ്പ്ലെയിൻ ദി പെഡഗോജി. പെഡഗോജിയെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ചോദ്യം നമുക്ക് വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ എഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ടീച്ചിങ് പെഡഗോജി ടീച്ചിങ് പെഡഗോജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇത്, പെഡഗോജിക്കൽ അനാലിസിസ്. അതിലൊന്നാമത്തെ ചോദ്യമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇത് പെഡഗോജി എന്നറിയപ്പെടുന്നത്. പെഡഗോജി റെഫേഴ്സ് ടു ദ സയൻസ് ഓർ ആർട്ട് ഓഫ് ടീച്ചിങ്. പെഡഗോജി എന്നാൽ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സയൻസ് ഓർ ആർട്ട് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഒരു കലയാണ് അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ഒരു ശാസ്ത്രമാണെന്ത് പെഡഗോജി അഥവാ ബോധനശാസ്ത്രം അല്ലെങ്കിൽ അധ്യാപന ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് എൻകംപാസിംഗ് മെത്തേഡ്സ്, ടെക്നിക്സ്, ഫിലോസഫീസ് ദാറ്റ് ഗൈഡ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഇൻസ്ട്രക്ഷൻ, ലേണിംഗ് അതുപോലെ ഇൻസ്ട്രക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, ടെക്നിക്കുകൾ, ഫിലോസഫീസൊക്കെയാണെന്ത് പെഡഗോജി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ പെഡഗോജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്തെല്ലാമാണ്? മെത്തേഡ്സ്, ടെക്നിക്സ്, ഫിലോസഫീസ്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്യുന്നു. എന്തിനെ? ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ലേണിങ്ങിനെയും ഇൻസ്ട്രക്ഷൻസിനെയും ആ ലേണിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയകളെ, ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം മെത്തേഡ്സ്, ഒരു കൂട്ടം ടെക്നിക്കുകൾ, അതുപോലെ ഒരു കൂട്ടം ഫിലോസഫീസ് ആണെന്ത് ഈ പെഡഗോജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് പഠന പ്രക്രിയയിൽ അതുപോലെ ബോധന പ്രക്രിയയിൽ, അതായത് ടീച്ചിങ്ങിൽ എന്ത് ചെയ്യുന്നു? അതിനെ സഹായിക്കുന്ന ഒരു കൂട്ടം മെത്തേഡുകൾ, ടെക്നിക്കുകൾ, ഫിലോസഫി ഒക്കെയാണെന്ത് പെഡഗോജി എന്നറിയപ്പെടുന്ന ബോധനശാസ്ത്രം അല്ലെങ്കിൽ അധ്യാപന ശാസ്ത്രം എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ പീപ്പിൾ ലേൺ. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ പഠിക്കുന്നത്, ഈ വാട്ട് മോട്ടിവേറ്റ്സ് ദം, അവരെ എന്താണ് പ്രചോദിപ്പിക്കുന്നത്, ആൻഡ് ഹൗ ടു ക്രിയേറ്റ് എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് ഒരു നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്തിലൂടെ മനസ്സിലാവും? ഈ പെഡഗോജിയിൽ നിന്ന് മനസ്സിലാവും. Pedagogy is rooted in educational theory, child development, cognitive psychology and sociology among other disciplines. ഈ പെഡഗോജി എന്ന് പറയുന്ന അധ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ ബോധനശാസ്ത്രം വ്യത്യസ്തമായിട്ടുള്ള പഠനശാഖകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ തിയറി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തിയറീസ്. ഓക്കെ, അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ വികാസം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പെഡഗോജി. പിന്നെയോ കോഗ്നിറ്റീവ് സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ തന്നെ എമംഗ് അതർ ഡിസിപ്ലിൻസ്, മറ്റുള്ള പഠനശാഖകളുമായിട്ടൊക്കെ ഈ പെഡഗോജി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പെഡഗോജി എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത്. പെഡഗോജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ സയൻസ് ഓർ ആർട്ട് ഓഫ് ടീച്ചിങ്. സയൻസ് ഓർ ആർട്ട് ഓഫ് ടീച്ചിങ് എന്നാണ് എന്ത് ചെയ്യുന്നത്? പെഡഗോജിയെക്കുറിച്ച് പറയുന്നത്. സയൻസ് ഓർ ആർട്ട് ഓഫ് ടീച്ചിങ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. പെഡഗോഗ് എന്നുള്ള പദവും ഓർത്തു വെക്കണം. പെഡഗോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം അധ്യാപകൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയുന്നു എഫക്റ്റീവ് പെഡഗോജി ഇൻവോൾവ്സ്. കാര്യക്ഷമമായിട്ടുള്ള ഒരു അധ്യാപന ശാസ്ത്രം, അധ്യാപന രീതി, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി പറയുന്നു ലെസൺ പ്ലാനിംഗ് ആണ് ആദ്യമായി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ടൈലറിംഗ് ഇൻസ്ട്രക്ഷൻ ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് നീഡ്സിനെ, പഠന ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുക? രൂപപ്പെടുത്തുക, ഇൻസ്ട്രക്ഷൻസിനെ തയ്യാറാക്കുക. അതാണ് ലെസൺ പ്ലാനിങ്ങിൽ പറയുന്നത്. അത് പെഡഗോജിയുടെ ഭാഗമാണ്. പിന്നെയോ അസസ്മെൻറ്റ്, ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ്ലി. കുട്ടികളുടെ പഠനം എങ്ങനെയാണ്, അത് കുട്ടികളുടെ പുരോഗതി എത്രത്തോളമാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും അവരുടെ ആ പ്രോഗ്രസ്സിനനുസരിച്ചുകൊണ്ട്, സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻസ്ട്രക്ഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അത് അസസ്മെൻ്റ് എന്ന് പറയുന്നതും പെഡഗോജിയുടെ ഭാഗമാണ്. പിന്നെയോ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുന്നതും പെഡഗോജിയുടെ അധ്യാപന ശാസ്ത്രത്തിൻ്റെ, ബോധനശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്.
ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്, പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ പറയുന്നത്. പിന്നെയോ കമ്മ്യൂണിക്കേഷൻ, എൻകറേജ് ആക്റ്റീവ് ലിസണിങ്, ക്വസ്റ്റ്യനിങ് ആൻഡ് ഫീഡ്ബാക്ക്. ആക്റ്റീവായിട്ടുള്ള ലിസണിങ്ങിനെയും ക്വസ്റ്റ്യനിങ്ങിനെയും ഫീഡ്ബാക്കിനെയും ഒക്കെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ റിഫ്ലക്ഷൻ, കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റിംഗ് റിഫൈനിങ് ദ ടീച്ചിങ് പ്രാക്ടീസസ്. ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്ന ടീച്ചിങ് പ്രാക്ടീസസിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും റിഫൈൻ ചെയ്യുകയും ചെയ്യുക. അതായത് ടീച്ചിങ് പ്രാക്ടീസസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ എന്ത് ചെയ്യുക. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു മൈൻഡ് പ്രോസസ്സാണ്. അതിനെ റിഫ്ലക്ഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, സെൽഫ് റിഫ്ലക്ഷനിലൂടെ ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തൻ്റെ ടീച്ചിങ് പ്രാക്ടീസുകളിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അടുത്തതാണ് എക്സ്പ്ലെയിൻ ആൻഡ്രഗോഗി. എക്സ്പ്ലെയിൻ ആൻഡ്രഗോഗി എന്ന് പറയുന്ന ചോദ്യം വന്നേക്കാം. ആൻഡ്രഗോഗി എന്നാൽ എന്താണ്, അതിനെ വിശദീകരിക്കാൻ വേണ്ടി പറയും. ആൻഡ്രഗോഗി ഈസ് എ സ്റ്റഡി ഓഫ് അഡൽട്ട് ലേണിംഗ് focusing on the process and principles that govern how adults learn and acquire new knowledge, skills and attitudes. Andragogy is a study of adult learning. എന്താണ്? It is the study of adult learning. Focusing on the process and principles that govern how adults learn and acquire new knowledge, skills and attitudes. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ ലേൺ ചെയ്യുന്നത്, പുതിയ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡൊക്കെ അക്വയർ ചെയ്യുന്നത്, അതൊക്കെയായി ബന്ധപ്പെട്ട പ്രോസസ്സുകളും പ്രിൻസിപ്പിൾസുമാണ് ഈ പറയുന്ന ആൻഡ്രഗോഗി എന്ന് പറയുന്ന ആ സ്റ്റഡി മെത്തേഡിൽ എന്ത് ചെയ്യുന്നത് ഉൾപ്പെട്ടിട്ടുള്ളത്. ദ ടേം വാസ് കോയിൻഡ് ബൈ ജർമ്മൻ എഡ്യൂക്കേറ്റർ ഫെലിക്സ് ഹേമൻ ഇൻ 1923. 1923 ജർമ്മൻ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഫെലിക്സ് ഹെയ്മനാണ് ആൻഡ്രഗോഗി എന്ന് പറയുന്ന ആ ഒരു ടേം എന്ത് ചെയ്തത്, കോയിൻ ചെയ്തത്, ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ, ഈ പറയുന്ന ആൻഡ്രഗോഗി എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, ആ ഒരു രീതി, ആ ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയെ പോപ്പുലറൈസ് ചെയ്തത്, പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ബൈ മാൽക്കോം നോൾസ്, ആൻ അമേരിക്കൻ എഡ്യൂക്കേറ്റർ ഇൻ 1972. 1972 അമേരിക്കൻ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള മാൽക്കോം നോൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ആൻഡ്രഗോഗി എന്ന് പറയുന്ന ആ ടേമിനെ എന്ത് ചെയ്തത്, പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി കീ പ്രിൻസിപ്പിൾസ് ഓഫ് ആൻഡ്രഗോഗി. ആൻഡ്രഗോഗിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമായി പറയുന്നു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇത് ഇവിടെ നടക്കുന്നത്. അഡൽട്സ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ലേണിംഗ്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഡയറക്റ്റിംഗ് ദെയർ ഓൺ പ്രോസസ്. അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ, കൗമാരപ്രായത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ പഠനത്തിൻ്റെ ഉത്തരവാദിത്വം അവരേറ്റെടുക്കുന്നു, അവരെന്നെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അവർ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോസസ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെയോ എക്സ്പീരിയൻസ്. അഡൽട്സ് ബ്രിങ് എ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ടു ദ ലേണിംഗ് പ്രോസസ് വിച്ച് ഷുഡ് ബി ലെവറേജ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. എന്ത് ചെയ്യുന്നു, ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള അഡൽട്ട് ഏജിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള വെൽത്ത് ഓഫ് എക്സ്പീരിയൻസിനെയും നോളജിനെയും അവർ ലേണിംഗ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് എക്സ്പീരിയൻസ്. മൂന്നാമത്തതോ റെഡിനെസ്. Adults learn best when they are ready, motivated by internal or external factors. ആന്തരികമായിട്ടുള്ളതോ ബാഹ്യമായിട്ടുള്ളതോ ഘടകങ്ങളാൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ അഡൾട്ട്സ് എന്ത് ചെയ്യുന്നു, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുവാൻ എന്ത് ചെയ്യുന്നു, തയ്യാറാകുന്നു. പിന്നെയോ ഓറിയൻറ്റേഷൻ. അഡൾട്ട്സ് ആർ പ്രോബ്ലം സെൻറ്റേർഡ്, ഫോക്കസിങ് ഓൺ സോൾവിങ് റിയൽ വേൾഡ് ഇഷ്യൂസ്. അഡൾട്ട്സ് ആർ പ്രോബ്ലം സെൻറ്റേർഡ് ആണ് ഇവിടെയുള്ള അഡൾട്ട്സ്. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ഫോക്കസിങ് ഓൺ സോൾവിങ് റിയൽ വേൾഡ് ഇഷ്യൂസ്. റിയൽ വേൾഡ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെയോ ഇൻറ്റേർണൽ മോട്ടിവേഷൻ. അഡൽട്സ് ആർ ഡ്രിവൺ ബൈ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ പറയുന്ന ലേണിംഗ് പ്രോസസ്സിലേക്ക്, ആൻഡ്രഗോഗിയിലുള്ള ലേണിംഗ് പ്രോസസ്സിലേക്ക് ഈ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് വരുന്നത്? ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഘടകത്തെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിലോ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം. ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് ലെവൽ സ്റ്റേജ് അല്ലേ, ആ സ്റ്റേജാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കാം ഈ അഡൽട്ട്സ് എന്ത് ചെയ്യുന്നത്, അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഡ്രിവൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? കീ പ്രിൻസിപ്പിൾസ് ഓഫ് ആൻഡ്രഗോഗിയാണ്.
അടുത്ത കൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ദ ഹ്യൂട്ടഗോഗി. എക്സ്പ്ലെയിൻ ദ ഹ്യൂട്ടഗോഗി. ഹ്യൂട്ടഗോഗി എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ പറയുന്നു ഹ്യൂട്ടഗോഗി ഈസ് എ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്. ഹ്യൂട്ടഗോഗി എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ്. ദാറ്റ് ഫോക്കസസ് ഓൺ സെൽഫ് ലേണിംഗ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. സെൽഫ് ലേണിങ്ങിലും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ് ഹ്യൂട്ടഗോഗി എന്നറിയപ്പെടുന്നത്. ദ ടേം കംസ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഹ്യൂറിസ്കിൻ. ഹ്യൂറിസ്കിൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ടേം വന്നിട്ടുള്ളത്, വിച്ച് മീൻസ് ടു ഡിസ്കവർ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടു ഡിസ്കവർ, അല്ലേ? കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണെന്ത് ഈ പറയുന്ന ഹ്യൂറിസ്കിൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിനുള്ളത്. ഈ വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ടേം വന്നിട്ടുള്ളത്. ഹെയ്സ് ആൻഡ് കെനിയൻ കോയിൻ ദ ടേം ഇൻ 2000. 2000 എന്ത് ചെയ്തു? ഹെയ്സും അതുപോലെ കെനിയനും ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ രണ്ടു പേരാണ് ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ടേമിന് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഹ്യൂട്ടഗോഗി. പിന്നെ ഹ്യൂട്ടഗോഗി എയിംസ് ടു മേക്ക് ലേണിംഗ് മോർ ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് എംപവർ സ്റ്റുഡൻസ് ടു ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ. ഹ്യൂട്ടഗോഗി എയിം ചെയ്യുന്നത് എന്തിനാണ്? ടു മേക്ക് ലേണിംഗ് മോർ ഇൻഡിവിജ്വലൈസ്ഡ്. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല എംപവർ സ്റ്റുഡൻസ് ടു ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഓണർ അവകാശം അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് എന്ത് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് എഫിക്കസി വിച്ച് ഈസ് ദ ലേണേഴ്സ് ബിലീഫ് ഇൻ ദെയർ എബിലിറ്റീസ്. സെൽഫ് എഫിക്കസി എന്ന് വെച്ചാൽ എന്താ? ലേണേഴ്സ് ബിലീഫ് ഇൻ ദെയർ എബിലിറ്റീസ്. ഇവിടെ പഠിക്കുന്ന ലേണേഴ്സിന്, പഠിതാവിന് അവൻ്റെ എന്ത് ചെയ്യുന്നു? എബിലിറ്റീസിൽ എന്ത് ചെയ്യുന്നു? വിശ്വാസമുണ്ട്. അതാണ് സെൽഫ് എഫിക്കസി എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉള്ളത്. ഓക്കെ, പിന്നെയോ ഹ്യൂട്ടഗോഗി എൻകറേജസ് സ്റ്റുഡൻസ് ടു സെറ്റ് ദെയർ ഓൺ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഹ്യൂട്ടഗോഗി എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു സെറ്റ് ദെയർ ഓൺ ലേണിംഗ് ഒബ്ജക്റ്റീവ്. അവരുടെ സ്വന്തം, അവർക്ക് എന്ത് ലേണിംഗ് ഒബ്ജക്റ്റീവാണോ വേണ്ടത് ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. എക്സ്പ്ലോർ റിസോഴ്സസ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ദെയർ എക്സ്പീരിയൻസ്. മാത്രമല്ല ഓരോ സ്റ്റുഡൻസിൻ്റെയും ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനെ അവർക്ക് സ്വന്തം എന്ത് ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്യുവാനുമുള്ള ഒരവസരം എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നുണ്ട്. ദിസ് പ്രോസസ് ഓഫൺ ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഈസ് സംടൈംസ് കോൾഡ് ഡബിൾ ലൂപ്പ് ലേണിംഗ് ഓർ മെറ്റാകോഗ്നിഷൻ. ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്തിരിക്കുന്നു? പ്രോബ്ലം സോൾവിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രോബ്ലം സോൾവിങ് അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈസ് സംടൈംസ് കോൾഡ് ഡബിൾ ലൂപ്പ് ലേണിംഗ് ഓർ മെറ്റാകോഗ്നിഷൻ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇത് ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്നും മെറ്റാകോഗ്നിഷൻ എന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഹ്യൂട്ടഗോഗി ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക് ആൻഡ് ക്രിയേറ്റിവിറ്റി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക് സ്കില്ല്, അതുപോലെ ക്രിയേറ്റിവിറ്റി സ്കില്ല്, ഇവയൊക്കെ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നു? ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ദം ലേൺ ടു കണ്ടിന്യൂസ്ലി റിഫ്ലക്റ്റ് ഓൺ ദെയർ ലേണിംഗ് പ്രോസസ് ആൻഡ് അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. പുതിയ സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യുവാനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് പ്രോസസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുവാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഹ്യൂട്ടഗോഗി ക്യാൻ ബി എഫക്റ്റീവ് ഫോർ മെച്വർ ഓഡിയൻസ്. അത് ശ്രദ്ധിക്കുക, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സെൽഫ് ലേണിങ്ങിന് എന്തായിട്ടില്ല? അവർ റെഡി ആയിട്ടില്ല. സെൽഫ് ലേണിംഗ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് എപ്പോഴും ആരുടെ സപ്പോർട്ട് വേണം? ഒരു മുതിർന്ന ഒരാളുടെ സപ്പോർട്ട് വേണം. ഒരു സ്കഫോൾഡറായിട്ട്, ഒരു മെൻറ്ററായിട്ട്, ഒരു ഗൈഡായിട്ട് ഒരാളുടെ സഹായം എപ്പോഴും എവിടെ വേണം? സാധാരണ ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകളിൽ ആവശ്യമാണ്. എന്നാൽ മെച്യൂരിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ, മെച്യൂരിറ്റി ഉള്ള ലേണേഴ്സ് ആണെങ്കിൽ അവരിൽ എന്ത് ചെയ്യാം? ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എഫക്റ്റീവാണ്. കാരണം ഇവിടെ സെൽഫ് ലേണിങ്ങിനാണ് പ്രാധാന്യം. സോ സെൽഫ് ലേണിങ്ങിന് എന്ത് ചെയ്യുക? എപ്പോഴും സാധിക്കുക ആർക്കാണ്? മെച്യൂരിറ്റി ഉള്ള ഓഡിയൻസിനാണ്, മെച്യൂരിറ്റി ഉള്ള ലേണേഴ്സിനാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സ്കഫോൾഡറെ പോലെ ഒരു ടീച്ചർ കൊണ്ട് നടക്കണം, സ്കഫോൾഡ് ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നടക്കണം, അവർക്ക് കൃത്യമായ അസിസ്റ്റൻസ് എപ്പോഴും നൽകേണ്ടതുണ്ട്. എന്നാൽ ഹ്യൂട്ടഗോഗിയിൽ മെച്യൂർഡ് ഓഡിയൻസ് ആണെങ്കിൽ, മുതിർന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? അവർക്ക് എന്തിന് സാധിക്കുന്നുണ്ട്?
ഈ പറയുന്ന ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെയോ ക്യാൻ ഓൾസോ ബി അഡാപ്റ്റഡ് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്. കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ്, കമ്പനികൾ അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിലേക്ക്, അതുപോലെ ബിസിനസ് എൻവയോൺമെൻറ്റിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യുവാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ്, ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് പെഡഗോഗി ആൻഡ് ആൻഡ്രഗോഗി ആൻഡ് ഹ്യൂട്ടഗോഗി? എങ്ങനെയാണ് പെഡഗോഗി, ആൻഡ്രഗോഗി, ഹ്യൂട്ടഗോഗി ഈ 3 കൺസെപ്റ്റുകളെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 3 എണ്ണത്തിനെയും എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പെഡഗോഗി, ആൻഡ്രഗോഗി, ഹ്യൂട്ടഗോഗി. അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ക്രൈറ്റീരിയയാണ് ലേണർ ഡിപ്പെൻഡൻസ് എന്നുള്ളത്. ലേണർ ഡിപ്പെൻഡൻസ് ഇൻ പെഡഗോഗി, ലേണർ ഡിപ്പെൻഡൻറ്റ് ഓൺ ടീച്ചർ. പെഡഗോഗിയിൽ എന്ത് ചെയ്യുന്നു, ലേണർ ടീച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ്രഗോഗിയിലോ ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ്രഗോഗിയിൽ ദ ലേണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ ടീച്ചർ. ടീച്ചറിൽ നിന്നും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരുള്ളത്, ലേണർ ഉള്ളത്. അതേസമയം ഹ്യൂട്ടഗോഗിയിലോ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആർ ഡിപ്പെൻഡൻറ്റ് ഈച്ച് അതർ. എന്ത് ചെയ്യുന്നു, ടീച്ചറും സ്റ്റുഡൻറ്റും എന്ത് ചെയ്യുന്നു, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന ഒരു ടീച്ചിങ് മെത്തേഡ്. പിന്നെയോ ലേണിംഗ് റിസോഴ്സസ്. ദ ലേണിംഗ് റിസോഴ്സസ് ഇൻ പെഡഗോജി ടീച്ചർ ഡ്രിവൻ ആൻഡ് കൺട്രോൾഡ്. ലേണിംഗ് റിസോഴ്സുകൾ ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, ടീച്ചറാണ് സപ്ലൈ ചെയ്യുന്നത്, ടീച്ചറാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സോ ലേണിംഗ് റിസോഴ്സസ് ആർ ടീച്ചർ ഡ്രിവൻ ആൻഡ് കൺട്രോൾഡ്. ഇൻ ആൻഡ്രഗോഗി ലേണർ ആൻഡ് ടീച്ചർ കൺട്രോൾഡ്. ലേണറും ടീച്ചറും കൺട്രോൾഡ് ആയിട്ടുള്ള 2 പേരുടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ വരുന്നുണ്ട്, ആൻഡ്രഗോഗിയിൽ വരുന്നുണ്ട്. പിന്നെയോ ഹ്യൂട്ടഗോഗിയിലോ ടീച്ചർ ആൻഡ് ലേണർ പ്രൊവൈഡർ. ടീച്ചർ ആൻഡ് ലേണർ പ്രൊവൈഡ്. ടീച്ചറും ലേണറും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിസോഴ്സുകളെ, ലേണിംഗ് റിസോഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീച്ചറുടേതായിട്ടുള്ള റിസോഴ്സുകൾ, ലേണർ എന്ത് ചെയ്യുന്നു, അയാളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെയോ അടുത്തതാണ് ലേണിംഗ് റീസൺ ഫോർ ലേണിംഗ്. പെഡഗോജിയിൽ എന്താണ് പഠിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ലേണിങ്ങിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗെയിനിങ് ടു ദ അഡ്വാൻസ്ഡ് ലെവൽ ഓർ ഗെയിനിങ് ടു ദി നെക്സ്റ്റ് ലെവൽ, അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്ത് പെഡഗോഗിയിൽ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, പെഡഗോഗിയിൽ പ്രാധാന്യം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അതേസമയം ആൻഡ്രഗോഗിയിലോ ഇൻക്രീസിങ് ദി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണെന്ത് ആൻഡ്രഗോഗിയുടെ ലേണിംഗ് റീസൺ എന്നറിയപ്പെടുന്നത്. അതേസമയം ഹ്യൂട്ടഗോഗിയിലോ ലേണിംഗ് പൊട്ടൻഷ്യൽ അൺപ്ലാൻഡ് നോൺ ലീനിയർ, ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പൊട്ടൻഷ്യലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. സോ ഒരു കൃത്യമായ പ്ലാനിംഗ് ഒന്നുമില്ല, നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു പഠന രീതിയാണെന്ത് ഇവിടെ ഫോളോ ചെയ്യുന്നത്. പെഡഗോഗിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ലീനിയർ ആയിട്ടുള്ള പഠന രീതിയാണ്, അത് ഓർത്ത് വെക്കുക. പിന്നെയോ ഫോക്കസ് ഓഫ് ലേണിംഗ് ഓർ ലേണിംഗ് ഫോക്കസ് ഇൻ പെഡഗോഗി സബ്ജക്ട് സെൻറ്റേഡ്. പെഡഗോഗി ഈസ് സബ്ജക്ട് സെൻറ്റേഡ്. പെഡഗോഗി ഈ സബ്ജക്ട് സെൻറ്റേഡ്, സബ്ജക്റ്റ് വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പെഡഗോഗി ഉള്ളത്. പിന്നെയോ ആൻഡ്രഗോഗി പ്രോബ്ലം സെൻറ്റേഡ്, പ്രശ്നത്തെ അധിഷ്ഠിതമായിട്ടാണ്, പ്രശ്ന കേന്ദ്രീകൃതമായിട്ടാണ് എന്തുള്ളത് ആൻഡ്രഗോഗിയിൽ എന്ത് ചെയ്യുന്നത്, ലേണിങ്ങിൻ്റെ ഫോക്കസ് പ്രോബ്ലത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെയോ ഹ്യൂട്ടഗോഗിയിലോ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ലേണിംഗ് ഫോക്കസ് ആണ് ഹ്യൂട്ടഗോഗിയിലുള്ളത്. പിന്നെയോ മോട്ടിവേഷൻ. ഇൻ പെഡഗോഗി എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആർ ഗിവൺ ടു ദി ലേണേഴ്സ് ഫോർ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിലേക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നൽകുന്നത് പെഡഗോഗിയിൽ. ഓക്കെ, പെഡഗോഗി എന്ന് പറയുന്ന ഈ പറയുന്ന ബോധനശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള പ്രചോദനമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആൻഡ്രഗോഗിയിൽ ഇന്റേണൽ മോട്ടിവേഷൻ ആണെന്ത് ഇവിടെ വരുന്നത്. ആന്തരികമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു പ്രചോദനം വരുന്ന രീതിയാണ് ആൻഡ്രഗോഗിയിലുള്ളത്, ഇന്റേണൽ മോട്ടിവേഷൻ. പിന്നെയോ ഹ്യൂട്ടഗോഗിയിൽ സെൽഫ് എഫിക്കസി ഡ്രിവൺ ആണ്. ഒരാളുടെ എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ നിലവിലുള്ള എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെൽഫ് എഫിക്കസി ഡ്രിവൺ ആണെന്ത് ഇവിടെ മോട്ടിവേഷൻ. പിന്നെയോ ടീച്ചർ റോൾ. ഇൻ പെഡഗോഗി ഡിസൈനർ ആൻഡ് ഡയറക്ടർ. ഒരു പ്രോസസ്സിനെ ഡിസൈൻ ചെയ്യുകയും ആ പ്രോസസ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെഡഗോഗിയിൽ എന്ത് ചെയ്യുന്നത്, ടീച്ചറുടെ റോൾ വരുന്നത്, പങ്കുവരുന്നത്.
അതേസമയം ആൻഡ്രഗോഗിയിലോ കൊളാബറേറ്റർ. ആൻഡ്രഗോഗിയിൽ ടീച്ചർ ആക്ട് ആസ് എ കൊളാബറേറ്റർ ഓഫ് ദി ലേണിംഗ് ആക്ടിവിറ്റി. ആ ലേണിംഗ് ആക്ടിവിറ്റിയെ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു റോളാണ് എന്ത് ചെയ്യുന്നത്, ആർക്കുള്ളത്, ഈ ആൻഡ്രഗോഗിയിൽ ടീച്ചർക്കുള്ളത്. പിന്നെയോ ഹ്യൂട്ടഗോഗിയിൽ കപ്പാസിറ്റി ബിൽഡർ. ടീച്ചർ ആക്ട് ആസ് എ കപ്പാസിറ്റി ബിൽഡർ ഇൻ സ്റ്റുഡൻസ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ കപ്പാസിറ്റിയെ ബിൽഡ് ചെയ്യുന്ന, കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന, ഒരു എബിലിറ്റീസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്, കപ്പാസിറ്റി ബിൽഡർ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചറുടെ റോള് പങ്ക് വരുന്നത്. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പെഡഗോഗി, ആൻഡ്രഗോഗി ആൻഡ് ഹ്യൂട്ടഗോഗി. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഫോസ്റ്റർ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ത്രൂ ക്രിട്ടിക്കൽ പെഡഗോഗി. ക്രിട്ടിക്കൽ പെഡഗോഗിയിലൂടെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനെ, സ്വതന്ത്രമായ ചിന്തകളെ വളർത്തുവാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. വിമർശനാത്മകമായിട്ടുള്ള ബോധന പ്രക്രിയയിലൂടെ എങ്ങനെയാണ് സ്വതന്ത്രമായ ചിന്തകളെ വളർത്തുവാൻ സാധിക്കുന്നത്, ആരിൽ, കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ വിമർശനാത്മകമായ ബോധനശാസ്ത്രത്തിലൂടെ, ബോധന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ സ്വതന്ത്രമായ ചിന്തകളെ വളർത്താം, വിശദീകരിക്കുക, അതാണ് വരുന്നത്. ക്രിട്ടിക്കൽ പെഡഗോഗി is an educational philosophy that encourages critical thinking in students and can help foster independent thinking. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി അത് എൻകറേജ് ചെയ്യുന്നുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ സ്റ്റുഡൻസ്. വിമർശനാത്മകമായിട്ടുള്ള ചിന്തകളെ കുട്ടികളിൽ വളർത്തുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ പെഡഗോഗി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഹെൽപ്പ് ഫോസ്റ്റർ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളെ വളർത്തുന്നതിനും ക്രിട്ടിക്കൽ പെഡഗോഗി എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എബിലിറ്റി ടു തിങ്ക് ഫോർ ദംസെൽഫ്, ക്വസ്റ്റ്യൻ അസംഷൻസ് ആൻഡ് ഫോം ദെയർ ഓൺ തിയറീസ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ, വിമർശനാത്മകമായ ചിന്തകളിലൂടെ ഒരു വിദ്യാർത്ഥിയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവരെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുക, അവർക്ക് ചിന്തിക്കുന്നതിനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ അസംഷൻസിനെ ചോദ്യം ചെയ്യുവാൻ, ഊഹങ്ങളെ ചോദ്യം ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, അവർക്ക് സാധിക്കുന്നു. ഹൈപ്പോത്തിസിസിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു. പിന്നെയോ ഫോം ദെയർ ഓൺ തിയറീസ്, അവരുടേതായിട്ടുള്ള തിയറീസിനെ രൂപീകരിക്കുവാനും ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദം ലേൺ ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് റീസൺ. എവിഡൻസിൻ്റെയും റീസൻ്റെയും, കാരണത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുവാൻ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കൽ പെഡഗോഗിയിലൂടെ ഓരോ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നു. റാദർ ദാൻ ജസ്റ്റ് അക്സെപ്റ്റിംഗ് വാട്ട് ദേ ടോൾഡ്. അല്ലേ, കേട്ട കാര്യങ്ങളെ, അറിഞ്ഞ കാര്യങ്ങളെ അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് എന്ത് ചെയ്യുന്നു, തെളിവുകളുടെയും അതുപോലെ കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. പിന്നെയോ ക്രിട്ടിക്കൽ പെഡഗോഗി encourages students to examine power structures and patterns of inequality through critical consciousness. ഒരു ക്രിട്ടിക്കലായിട്ടുള്ള കോൺഷ്യസ്നെസ്സിലൂടെ, അതായത് വിമർശനാത്മകമായ ഒരു ബോധപ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിലുള്ള പവർ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, അധികാര ഘടനയെക്കുറിച്ച്, അതുപോലെ പാറ്റേൺസ് ഓഫ് ഇന്നിക്വാലിറ്റി, അസമത്വങ്ങളുമായി ബന്ധപ്പെട്ട പാറ്റേൺസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, കുട്ടികളെ ക്രിട്ടിക്കൽ പെഡഗോഗി പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെയോ ഇറ്റ് ഓൾസോ എംഫസൈസസ് ദ ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. സം പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി. ക്രിട്ടിക്കൽ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചില പ്രിൻസിപ്പിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഡീകോളനൈസേഷൻ, ഡെമോക്രറ്റൈസേഷൻ, ഇൻ്റർസെക്ഷനാലിറ്റി, ക്രിട്ടിക്കിംഗ് ഡോമിനൻ്റ് ഐഡിയോളജീസ് ആൻഡ് യൂസിങ് ആൾട്ടർനേറ്റീവ് പെഡഗോജീസ് ടു കൗണ്ടർ ഒപ്രസീവ് ട്രേഡിംഗ് എഡ്യൂക്കേഷണൽ മോഡൽസ്. ഒപ്രസീവായിട്ടുള്ള, അടിച്ചമർത്തപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മോഡൽസ്, അതിനെതിരെ ആൾട്ടർനേറ്റീവ് പെഡഗോഗീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ ഡീകോളനൈസേഷനെക്കുറിച്ചും ഡെമോക്രറ്റൈസേഷനെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുള്ള പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിരിക്കുന്നു, ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെയോ സം വേസ് ടു ഫോസ്റ്റർ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ സ്റ്റുഡൻസ്. ഏതെല്ലാം രീതിയിലൂടെ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാൻ സാധിക്കും, വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ചലഞ്ചിങ് ദെയർ വ്യൂസ്.
എന്ത് ചെയ്യുക, ഒരു വ്യൂയെ, ഒരു ആശയത്തെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ചലഞ്ചിങ് ദെയർ വ്യൂസ്, ആശയങ്ങളെ, കാഴ്ചപ്പാടുകളെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ ഹാവിങ് ദം ആക്റ്റീവ്ലി എൻഗേജ് വിത്ത് എ ടോപ്പിക് സച്ച് ആസ് ത്രൂ ക്ലാസ് ഡിബേറ്റ് പോലെയുള്ള ആക്റ്റീവായി കുട്ടികളെ എൻഗേജ് ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ വളർത്തുവാൻ സാധിക്കും. പിന്നെയോ ഡെവലപ്പിംഗ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ദാറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് സൗണ്ട് റീസണിങ് സ്കിൽസ് അക്രോസ് ദി കരിക്കുലം. ഡെവലപ്പിംഗ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഹെൽപ്പ്, അത് സഹായിക്കുന്നു എന്തിന്, സ്റ്റുഡൻസ് ഡെവലപ്പ് സൗണ്ട് റീസണിങ് സ്കിൽസ്, എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ ഒരു സൗണ്ട് ആയിട്ടുള്ള റീസണിങ് സ്കിൽസിനെ വളർത്തിക്കൊണ്ടുവരുവാൻ അക്രോസ് ദ കരിക്കുലത്തിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു റീസണിങ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റീഡിംഗ് ഇംപ്രൂവ്സ് ദ ക്രിട്ടിക്കൽ തിങ്കിങ് ബൈ അക്വയറിംഗ് ദി ന്യൂ നോളജ്, ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് നോളജ് ഓർ ആൾട്ടർനേറ്റീവ് നോളജ്. വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ, ആശയങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന റീഡിംഗ് ആണ്, വായനയാണ്. പിന്നെയോ ക്വസ്റ്റ്യനിങ്, ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. പിന്നെയോ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ്, ആർഗ്യൂ ചെയ്യുന്ന രീതിയിലുള്ള എസ്സേസ്, ഓക്കെ. അതുപോലെ ഡിസ്കഷൻസ്, ഡിബേറ്റുകൾ, അതുപോലെ കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, ഇവയൊക്കെ എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചില മാർഗങ്ങളാണ്. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോഗി ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷനിൽ ക്രിട്ടിക്കൽ പെഡഗോഗിയുടെ വിമർശനാത്മകമായിട്ടുള്ള ബോധന പ്രവർത്തനങ്ങളുടെ, ബോധനശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അതിനെ എങ്ങനെ നടപ്പിൽ വരുത്താം. അതിൽ പറയുന്നു, ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി ദാറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് recognize and challenge system of oppression in society and in education and work towards a more just and equitable world. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി ടീച്ചിങ് ആൻഡ് ലേണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യുന്നു, അത് സഹായിക്കുന്നുണ്ട്. എന്തിന്, നിലവിൽ സമൂഹത്തിൽ ഉള്ള ഒപ്രഷൻ, അതായത് അടിച്ചമർത്തപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെ, സംവിധാനങ്ങളെ ചലഞ്ച് ചെയ്യുവാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യുവാനും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സഹായിക്കുന്നു. മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു നല്ല ഇക്വിറ്റബിൾ ആയിട്ടുള്ള, ഓക്കെ, എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും എന്ത് ചെയ്യുന്നു, അത് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ക്രിട്ടിക്കൽ പെഡഗോഗി എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് എൻഗേജ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട്സ് ആൻ ഇമാൻസിപ്പേറ്ററി സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് ആസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദെയർ സറൗണ്ടിങ്സ് ആൻഡ് ദ സ്റ്റാറ്റസ് കോ. എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് സാധ്യമാകുന്നുണ്ട് ക്രിട്ടിക്കൽ പെഡഗോഗിയിലൂടെ. അതിലൂടെ ടീച്ചേഴ്സ് ആവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, അവരുടെ ചുറ്റുപാടുകളെ എക്സാമിൻ ചെയ്യുന്നതിനും അതിൻ്റെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കുന്നതിനും എന്ത് ചെയ്യുന്നു, ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയിലൂടെ സാധിക്കുന്നു. ആൻഡ് ടു എക്സ്പ്ലോർ പവർ സ്ട്രക്ചേഴ്സ്, മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള പവർ സ്ട്രക്ചേഴ്സ്, പാറ്റേൺസ് ഓഫ് ഇൻഇക്വാലിറ്റി, അതുപോലെ ഒപ്രസീവായിട്ടുള്ള ആക്റ്റുകൾ, സിസ്റ്റംസുകൾ, അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രവൃത്തികൾ, അവയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ എൻകറേജസ് സ്റ്റുഡൻസ് ടു ബിക്കം ആക്റ്റീവ് ഏജൻറ്റ്സ് ഓഫ് ചേഞ്ചിങ് ഇൻ ദെയർ ഓൺ ലിവ്സ് ആൻഡ് ഇൻ സൊസൈറ്റി അറ്റ് ലാർജ്. ഇനി എന്തെല്ലാം സ്റ്റെപ്പുകളിലൂടെയാണ്, എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പെഡഗോഗി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുക, നടപ്പിലാക്കുവാൻ സാധിക്കുക, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്. ഓക്കെ, അതിൽ വരുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് ചലഞ്ച് യുവർ സെൽഫ്. നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുന്നതാണ് ഒന്നാമത്തെ മാർഗം. ടീച്ചറെ തന്നെ ചലഞ്ച് ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, കുട്ടികൾ എന്ത് ചെയ്യും, സാഹചര്യങ്ങളെ ചലഞ്ച് ചെയ്യുകയുള്ളൂ. ഇഫ് യു ആർ നോട്ട് തിങ്കിങ് ക്രിട്ടിക്കലി യു cannot എക്സ്പെക്ട് യുവർ സ്റ്റുഡൻസ് ടു ഡു ഇറ്റ്. നിങ്ങൾ, അതായത് ടീച്ചേഴ്സ് വിമർശനാത്മകമായ രീതിയിൽ ചിന്തിക്കുന്നില്ല എങ്കിൽ പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്നും വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതി എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്രതീക്ഷിക്കരുത്.
അതാണ് ചാലഞ്ച് യുവർ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെയോ ചേഞ്ച് ദി ക്ലാസ് റൂം ഡൈനാമിക്സ്. ക്ലാസ് റൂം ഡൈനാമിക്സിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ക്രിട്ടിക്കൽ പെഡഗോഗിയെ നമുക്ക് ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ സാധിക്കും. അതായത് ചേഞ്ച് ക്ലാസ് റൂം ലേഔട്ട്. ക്ലാസ് റൂമിൻ്റെ ലേഔട്ടിൽ മാറ്റം വരുത്തുക. അതായത് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ബെഞ്ച്, ഡെസ്ക്, ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സിൽ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. അല്ലേ, സർക്കിളായിട്ട് സെമി സർക്കിളായിട്ടൊക്കെ എന്ത് ചെയ്യുക, ബെഞ്ചിനെയും അതുപോലെ ക്ലാസ് റൂമിലെ ലേഔട്ട് അറേഞ്ച് ചെയ്യുക. അതുപോലെ ട്രൈ സിറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡിങ്. ടീച്ചർ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഇരിക്കുക. ആ രീതി ഫോളോ ചെയ്യുക. അതുപോലെ ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡിസ്കഷൻ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ പെഡഗോഗിയെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെയോ പ്രസൻറ്റ് ആൾട്ടർനേറ്റീവ് വ്യൂസ്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. അതെല്ലാം ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ആകും. സ്വാഭാവികമായും ക്രിട്ടിക്കൽ പെഡഗോഗി എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ നടപ്പിലാക്കുവാൻ സാധിക്കും. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളെ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെയോ ചേഞ്ച് യുവർ അസസ്മെൻറ്റ്. അസസ്മെൻറ്റ്സിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. നിലവിലുള്ള അസസ്മെൻറ്റ് രീതികളിൽ നിന്ന് എന്ത് ചെയ്യുക, ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ എൻകറേജ് ആക്ടിവിസം. ആക്ടിവിസത്തെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ പെഡഗോഗിയെ ഒരു ക്ലാസ് മുറിയിൽ എന്ത് ചെയ്യാം, നമുക്ക് നടപ്പിൽ വരുത്തുവാൻ സാധിക്കും.